ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വരുന്ന ആളുകൾ ശരിയായ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നില്ല. ആവശ്യമില്ലാത്ത സാധനങ്ങളും വേസ്റ്റുകളും ക്ലോസറ്റിൽ ഡംപ് ചെയ്തിട്ട് പോകും. ഒരാഴ്ചയിൽ 3-4 ദിവസം ആളെ നിർത്തി ബ്ലോക്ക് തീർക്കേണ്ട ഒരു ബുദ്ധിമുട്ടിലാണ്. Yesterday onwards it started, it's completely blocked. Who is coming and what are they doing that we don't know. പക്ഷെ കസ്റ്റമറിന് ഉപയോഗിക്കാനുള്ള കക്കൂസ. പക്ഷെ അപ്പം കസ്റ്റമേഴ്സ് വൃത്തിയായിട്ട് നോക്കണം, അത്രേ നമുക്ക് ഉള്ളൂ. നമസ്കാരം. ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവർ സാനിറ്ററി നാപ്കിനുകളും മറ്റും ക്ലോസറ്റിനുള്ളിൽ നിക്ഷേപിക്കുന്നത് മൂലം വലിയ ദുരിതത്തിലാവുകയാണ് പെട്രോൾ പമ്പ് ഉടമകൾ. നാപ്കിനുകളും മറ്റും ക്ലോസറ്റിൽ നിക്ഷേപിക്കുന്നത് മൂലം നിരന്തരം ബ്ലോക്ക് ആവുന്നു. ഈ ബ്ലോക്കുകൾ മാറ്റാനായി വലിയ തുക തന്നെ ചെലവിടേണ്ടി വരുന്നു. ഏതെങ്കിലും കാരണവശാൽ ടോയ്ലറ്റ് അടച്ചിട്ടാൽ കമ്പനി അധികൃതരെത്തി പിഴ ചുമത്തുകയും ചെയ്യും. ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആലുവ ആലങ്ങാട്ടെ പമ്പ് ഉടമ സലീം മറുനാടനൊപ്പം ചേരുകയാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വരുന്ന ആളുകൾ ശരിയായ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നില്ല. കണ്ണിൽ കണ്ട ആവശ്യമില്ലാത്ത സാധനങ്ങളും വേസ്റ്റുകളും ക്ലോസറ്റിൽ ഡംപ് ചെയ്തിട്ട് പോകും. അതോടുകൂടി ക്ലോസറ്റ് ബ്ലോക്ക് ആവുകയാണ്. ഒരാഴ്ചയിൽ 3-4 ദിവസം ആളെ നിർത്തി ബ്ലോക്ക് തീർക്കേണ്ട ഒരു ബുദ്ധിമുട്ടിലാണ്. കസ്റ്റമറിന് ബാത്റൂമിൽ പോണതിനോ ഇതിനൊന്നും നമുക്ക് തടസ്സമില്ല. മനസ്സിലായോ? അതാണ് എൻ്റെ കാര്യം. നമ്മൾ ബുദ്ധിമുട്ടാവും. ഏതൊരു പാർട്ടി രണ്ടാമത് വരുന്നതിന് ഇത് ബ്ലോക്കായി കിടന്ന് അവൻ വന്ന് കംപ്ലയിൻറ്റ് പറയും. നമ്മളത് അപ്പോഴല്ലേ അറിയുള്ളൂ. ഓരോ കസ്റ്റമറും നമ്മൾ പോകുമ്പോൾ അപ്പേ നമുക്ക് വന്ന് നോക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അതാണ് ഒരു വിഷമം. Who is coming and who is not coming, that we can't say, because we are doing the work according to our duty. So whatever the customer, if tourist comes, they need to go for the toilet or whatever they want to go, they come and go and be outside. So who is coming and what are they doing, that we don't know. And we are getting the problem about that because many other customers comes, that they are asking us that what is the problem, or why they are not allowed to go and all that. So this is the problem. From yesterday onwards it started, it's completely blocked completely. ശരിക്കും പറഞ്ഞത് നമ്മൾ ആർക്കും എതിരല്ല. വരുന്നവർ നല്ല രീതിയിൽ ഉപയോഗിച്ചോട്ടെ. പക്ഷെ വരുന്നവർ വൃത്തികേടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതാണൊരു പ്രശ്നം. എന്തൊക്കെയാണ് ഇതിനകത്ത് ഇടുന്നത്? തുണികളും മറ്റു തരത്തിലുള്ള നമ്മളതിൻ്റെ പേരൊന്നും പറയല്ല. ആ വക സാധനങ്ങൾ ഇട്ടിട്ട് പോവുകയാണ്. അത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഏകദേശം നമുക്ക് ഊഹിക്കുമ്പോൾ അറിയാം ഇത് ബ്ലോക്ക് ആവാനുള്ള സാധനങ്ങൾ ക്ലോസറ്റിൽ എന്താ വന്നേന്നുള്ളത്. അത് ആര് നിക്ഷേപിക്കുന്നു എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. പെട്രോൾ അടിക്കുന്നത് മാത്രമാണോ വരുന്നത് അതോ പുറത്തുനിന്നും വരും. പുറത്തുനിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകൾ വരും, വന്ന് പുറത്ത് നിർത്തും. അവരൊരു 10-9 പേരുണ്ട് ഇവിടെ വന്ന് ഇതൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ട് പോകും. ആ സമയത്തും ചിലപ്പോൾ ബ്ലോക്ക് ആവാം. പക്ഷെ 1 രൂപയുടെ ഡീസൽ പോലും നമ്മൾ പമ്പിൽ നിന്ന് അടിക്കില്ല. അതിനിപ്പോൾ നമ്മൾ ഡീസൽ അടിച്ചില്ല എന്നുള്ളൊരു പരിഭവം നമുക്കില്ല. പക്ഷെ അവർ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വൃത്തിയാക്കിയിട്ട് പോവണ്ടേ? അതായത് അവിടെ നാപ്കിൻ അടക്കമുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഇടുന്നു. അതാണ് പ്രശ്നം. ഓരോ പ്രാവശ്യം ആരെങ്കിലും വിളിച്ച് ചെയ്യുന്നതിന് ഒരു പ്രാവശ്യം ബ്ലോക്ക് മാറ്റുന്ന 600 രൂപ 700 രൂപ ചിലവാണ്. ഇപ്പം ഇന്നലെ കംപ്ലീറ്റ് ബ്ലോക്കായിപ്പോയി. പോയിട്ട് സേഫ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാൻ ആളെ വിളിച്ച് പറ്റി ഇന്നലെ ഒരു 10,000 രൂപ താഴെ ചിലവായിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ആരോട് പരാതി പറഞ്ഞിട്ട് ഫലമില്ല. പക്ഷെ കസ്റ്റമറിന് ഉപയോഗിക്കാനുള്ള കക്കൂസ. പക്ഷെ അപ്പം കസ്റ്റമേഴ്സ് വൃത്തിയായിട്ട് നോക്കണം, അത്രേ നമുക്ക് ഉള്ളൂ. പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതിന് നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ പൊതുജനങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രം മതി. പരാതിയായിട്ടല്ല ഇത് പറഞ്ഞേക്കണത്. ഇത് ഒരു സത്യാവസ്ഥ. ഇപ്പം നിങ്ങൾ ബാത്റൂമിൽ പോകാനായിട്ട് വന്നപ്പോൾ ഇത് ബ്ലോക്കായിട്ട് അത് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചു ഇതാണ് കാരണമെന്ന് നിങ്ങളോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. കസ്റ്റമർ ഒരാൾ ടോയ്ലറ്റിൽ പോയതിനോട് 1-നോ 2-നോ പോണതിന് നമുക്ക് വിരോധമില്ല. പണ്ട് കാലത്ത് എങ്ങനെയെന്ന് ഇത് കക്കൂസ് പൂട്ടിയിടുമായിരുന്നു. കസ്റ്റമർ വന്ന് ചോദിക്കുമ്പോൾ താക്കോല് കൊടുക്കും. അപ്പം ഇത്രയും വൃത്തികേടാവൂലായിരുന്നു. പല പബ്ലിക്കാകുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരൂലേ, അവിടെയാണ് പ്രശ്നം. പക്ഷെ അവർക്ക് കൊടുക്കണ്ടെന്ന് ഞങ്ങൾ പറയണില്ല. ഉപയോഗിക്കുന്നവർ കമ്പനിയിൽ എപ്പോഴും വിളിക്കും. എന്ത് ചോദിക്കുന്നവർ? കക്കൂസ ക്ലീനാണോ? കക്കൂസ ക്ലീനാണെന്ന് പറയും. നമ്മളിപ്പോൾ നോക്കി രാവിലെ ഇതിപ്പോൾ ക്ലീനായി. ചിലപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ഏതെങ്കിലും പാർട്ടികൾ വന്ന് വൃത്തികേടായിട്ട് കഴിഞ്ഞാൽ നമ്മളിത് അറിയുമോ? ഓരോരുത്തരും നമുക്ക് വന്നേമ്പോൾ അവരെ അപ്പോൾ ഇൻസ്പെക്ഷൻ വന്നാൽ പണിയാണ് നമുക്ക്. ഒരു പരിശോധനയ്ക്ക് വന്നാൽ നമ്മൾ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. If they will come,
then they will ask, first they will ask, check the washroom and all, and after that office, and after that the pumps and all, whatever they are doing, and how it is, and they are taking it. And if any complaint comes, they blame me for that, and they give the issue of that. This is our pump is not perfectly beautiful and not clear. These all they are, according to that they are giving this.